1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകം കേരളക്കരയാകെ ഞെട്ടലോടെയാണ് 2 ദിവസം മുമ്പ് കേട്ടത്. ആ പിഞ്ചു കുഞ്ഞിനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ കൂട്ടുനിന്നത് മറ്റാരുമല്ല, തന്നെ 10 മാസം ചുമന്നുപറ്റ സ്വന്തം തള്ള തന്നെയാണ്. ഈ വാർത്ത കേട്ടവരുടെയൊക്കെ നെഞ്ചിൽ ഇത്രമാത്രം പെടിയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുനിന്ന അവളൊരു അമ്മയാണോ, അവളൊരു മനുഷ്യനാണോ? അവസാനമായി ആ കുഞ്ഞു കണ്ണുകൾ അടയുമ്പോഴും ആ കുഞ്ഞു ചുണ്ടുകൾ മൊഴിഞ്ഞത് അമ്മേ എന്ന വാക്കായിരിക്കില്ലേ? ആ കാലുകൾ ലേറ്റർ കൊണ്ട് കൊള്ളുമ്പോഴും ആ കുഞ്ഞിന്റെ കണ്ണുകൾ തന്നെ രക്ഷിക്കാൻ അമ്മ വരുമെന്ന ചിന്തയിൽ ചുറ്റും അമ്മേ എന്ന് വിളിച്ച് തിരക്കി കാണില്ലേ? ഈ ലോകം എന്താണെന്നോ മനുഷ്യർ ആരാണെന്നോ പോലും തിരിച്ചറിയാൻ പ്രായമാകാത്ത ഒരു പിഞ്ചു കുഞ്ഞു ജീവനായിരുന്നു അത്. വിശക്കുമ്പോൾ അമ്മയെ തേടിയ, പേടിക്കുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയ, വേദന വരുമ്പോൾ അമ്മയുടെ കയ്യിൽ സുരക്ഷ കണ്ടെത്തിയൊരു കുഞ്ഞ്. കണ്ടെത്തിയ എന്ന് പറയുന്നതിലുമുപരി കണ്ടെത്താൻ ആഗ്രഹിച്ചൊരു കുഞ്ഞ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷേ ആ കുഞ്ഞ് അറിഞ്ഞു കാണുമോ, തന്നെ മുളയൂട്ടി താരാട്ട് പാടിയുറക്കേണ്ടവൾ തന്നെയാണ് കാലിൻ്റെ കുപ്പായമണിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന്? ജനിച്ച നാൾ മുതൽ വിശ്വസിച്ച മുഖം, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമെന്ന് കരുതിയ ഹൃദയം, ഏത് അപകടത്തിലും തനിക്ക് കവചമാകുമെന്ന് പ്രതീക്ഷിച്ച കരങ്ങൾ, അതെല്ലാം തന്നെ തനിക്ക് എതിരായി മാറിയെന്ന് ആ കുഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ? മനസ്സിലായില്ലായിരിക്കാം. കാരണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പ്രായമായിരുന്നു അത്. വെറുക്കാനോ ചതിയെ തിരിച്ചറിയാനോ ക്രൂരതയെ മനസ്സിലാക്കാനോ കഴിയാത്ത പ്രായം. അമ്മയുടെ ഒരു ചിരിയിൽ സന്തോഷവും ഒരു തലോടലിൽ സുരക്ഷയും കണ്ടെത്തുന്ന പ്രായം. പക്ഷേ വിധി എത്ര ക്രൂരമായിരുന്നു! ജീവൻ കൊടുത്തവൾ തന്നെ ജീവനെടുക്കുമ്പോൾ കൂട്ടുനിന്നപ്പോൾ ആ പിഞ്ചു ഹൃദയം അനുഭവിച്ച വേദന എത്രയായിരുന്നുവെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്ന് ഈ വാർത്ത വായിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ നിറയുന്നത് ഒരു പിഞ്ചു ജീവന്റെ നിഷ്കളങ്കതയും അവൻ അനുഭവിച്ചെന്ന് കരുതുന്ന വേദനയും നമ്മുടെ മനസ്സിനെ കീറി മുറിക്കുന്നത് കൊണ്ടാണ്. ചില വാർത്തകൾ മറക്കാൻ കഴിയില്ല, ചില മുഖങ്ങൾ മനസ്സിൽ നിന്ന് മായില്ല, ചില ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരവും കിട്ടില്ല. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് നിന്നോടൊക്കെ ചെയ്ത തെറ്റി എന്തായിരുന്നു? സ്നേഹവും സംരക്ഷണവും മാത്രം അർഹിച്ചിരുന്ന ഒരു പിഞ്ചു ജീവന് ഇത്ര ക്രൂരമായ ഒരു അവസാനം എന്തിനായിരുന്നു? ഇതുപോലുള്ള മനസ്സാക്ഷിയില്ലാത്ത കുറ്റകൃത്യങ്ങൾ ഇനിയും കൂടിക്കൂടി വരും. കാരണം ജയിലിലെ സൗകര്യങ്ങൾ കൂടിക്കൂടി വരികയല്ലേ. തെറ്റ് ചെയ്തവരെ പുലിയും ബീഫും മട്ടനും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഈ നിയമത്തോട് ഇവരൊക്കെ എത്രയെങ്കിലും കൂറ് കാണിക്കേണ്ടേ?